ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് അറസ്റ്റ് ചെയ്തതിനെതിരെ പ്രതിഷേധം ആളിക്കത്തുകയാണ്. ദുർഗ് ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന കന്യാസ്ത്രീകൾക്ക് ഇന്ന് ജാമ്യാപേക്ഷ നൽകാനായില്ല. മതപരിവർത്തന ആരോപണം കള്ളക്കഥയാണെന്ന് സിസ്റ്റർ വന്ദന ഫ്രാൻസിസിന്റെ സഹോദരങ്ങൾ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അവിടെ നിർത്തി പഠിപ്പിച്ച് ജോലിയാക്കി ശമ്പളമാക്കി അവർ കുടുംബം രക്ഷപ്പെടുത്താനാണ് ഇവർ ശ്രമിക്കുന്നത്. അത് ഒരിക്കലും മതപരിവർത്തനമല്ല. മതപരിവർത്തനം അവിടെ നടന്നിട്ടില്ല. അവർ ക്രിസ്ത്യാനികളാണ്. അവിടെ നിർത്തി വിഷയത്തിൽ നേരിട്ട് ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. നിഖിൽ അളവൂർ നൽകും കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ. നിഖിൽ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് വരുന്നത്. വിവിധ സഭാ നേതൃത്വങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത വിമർശനം തന്നെ ഉന്നയിച്ചു കഴിഞ്ഞു. അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. വിവരങ്ങൾ പറയാം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാരായ പ്രീതി മേരി, വന്ദന ഫ്രാൻസിസ് എന്നിവരെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വലിയ പ്രതികരണങ്ങളാണ് ഇന്ന് ഉണ്ടായത്. സഭാ നേതൃത്വങ്ങളുടെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഇന്ന് പ്രതികരണങ്ങൾ ഉണ്ടായി. സഭാ നേതൃത്വം മതേതര സ്വഭാവത്തെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഛത്തീസ്ഗഡ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന വിമർശനമാണ് പൊതുവെ ഉന്നയിച്ചത്. അതേസമയം രാഷ്ട്രീയമായും ഈ വിഷയം വലിയ ചർച്ചയാവുകയാണ്. പാർലമെന്റിൽ ഇന്ന് കേരളത്തിൽ നിന്നുള്ള എംപിമാർ വിഷയം അടിയന്തരമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ സ്പീക്കർ അത് അംഗീകരിച്ചില്ല. ഇതിനെ തുടർന്ന് LDF, UDF എംപിമാർ പ്രത്യേകം പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് കത്തെഴുതിയിട്ടുമുണ്ട്. അതേസമയം ഈ കന്യാസ്ത്രീകളുടെ കുടുംബം ആരോപിക്കുന്നത് ഈ സംഭവത്തിൽ ഉൾപ്പെട്ട 3 പെൺകുട്ടികളെയും ഭീഷണിപ്പെടുത്തി മൊഴി മാറ്റിച്ച് കൂടുതൽ വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്താനും കേസ് ബലപ്പെടുത്താനുമുള്ള ശ്രമം നടത്തുന്നു എന്നതാണ്. ബജ്രംഗ് ദൾ പ്രവർത്തകരായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഈ പ്രശ്നം ഉന്നയിക്കുകയും പിന്നീട് ഇത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് പോകാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്തത്. ആ നിലയ്ക്ക് കൂടി രാഷ്ട്രീയമായി ഈ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയിൽ BJP ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് തങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടും എന്നുള്ള ഒരു നിലപാട് എടുത്തിട്ടുണ്ട്. ഛത്തീസ്ഗഡിലേക്ക് കേരളത്തിൽ നിന്നുള്ള BJPയുടെ പ്രതിനിധികൾ പോകും എന്നതടക്കമുള്ള കാര്യങ്ങൾ അവരും അറിയിക്കുന്നുണ്ട്. അതേസമയം ദിനപത്രം വലിയ വിമർശനമാണ് ഈ സംഭവത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വൈദികരുടെ ഭാഗത്തു നിന്നുള്ള ചില പരിഹാസ പ്രതികരണങ്ങളും ഈ വിഷയത്തിൽ ഇന്നുണ്ടായിരുന്നു. നിഖിൽ അളവൂരാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.